ഇവരുടെ കവണന്റ്, നമ്മൾ ഉടമ്പടിയെക്കുറിച്ച് പലതും പഠിച്ചു. ഇവരുടെ ഉടമ്പടി എന്ന് പറയുന്ന വിവാഹ ഉടമ്പടി, ആരെങ്കിലും ഒരാളെ മരണം വേർപെടുത്തിയാൽ വിവാഹ ഉടമ്പടി തീർന്നു. ഇതേപോലെ തന്നെ ന്യായപ്രമാണം എന്ന ഹസ്ബൻഡും ഇതാ ഞാനും നിങ്ങളും എന്ന ആ വൈഫും ഭാര്യയും ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരാൾ മരിച്ചാൽ അതോടുകൂടെ ഉടമ്പടി തീർന്നു എന്നാണ് അവിടെ പറയുന്നതിൻ്റെ സാരം. The marital covenant is over when one of them died. Likewise, law is the husband and we are the wife of that husband. तो यहाँ पर ये बता रहे हैं जिस तरह से विवाह की वाचा में अगर यदि पति या पत्नी दोनों में से एक का मृत्यु हो जाए तो वो वाचा वहाँ समाप्त होता है. इसी प्रकार व्यवस्था जो पति है और हम और आप पत्नी है, दोनों में से एक का अंत हो तो वो वाचा वहाँ समाप्त होता है. ന്യായപ്രമാണം പഴയ ഭർത്താവ് ഇപ്പോഴുണ്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും പഴയ ഭർത്താവ് മാറൂല. അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഭാര്യയായ നീ മരിച്ചുപോയി, ഇനിയിപ്പം ഇങ്ങനെ നിയമം നടക്കും. നീ ന്യായപ്രമാണ സമ്മതമായി മരിച്ച് ഇന്ന് ക്രിസ്തു എന്ന മറ്റൊരു പുരുഷന് ആയിക്കഴിഞ്ഞു. പഴയ ഉടമ്പടി തീർന്നു നിന്നെ സംബന്ധിച്ച്. ഇനി നീ പഴയ അക്ഷരത്തിന്റെ പഴയമയിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ പുതുമയിൽ തന്നെ ഇനി സേവിക്കണം. We are dead with the law, but the law is still alive, and we have now get connected to Jesus Christ, who is our new husband. व्यवस्था तो वो अटल है, आकाश पृथ्वी हट जाए तो भी व्यवस्था बदलेगा नहीं, लेकिन उसके साथ जो पत्नी जो हम थी, हमारा अंत हुआ है. तो क्योंकि अभी प्रभु यीशु मसीह हमारा नया पति हो चुका है. ഇതുകൊണ്ടാണ് നമ്മൾ വായിച്ച ഭാഗത്ത് റോമലേഖനം 7-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്. അപ്പോൾ എന്ത് സംബന്ധിച്ച് നാം മരിച്ചു? പഴയ ഭർത്താവ്. ന്യായപ്രമാണം സംബന്ധിച്ച് പഴയ ഭർത്താവ് മരിച്ചില്ല, നാം ഭാര്യ മരിച്ചിരിക്കൊണ്ട് ഇനി അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, പഴയ ഭർത്താവ് നിന്നെ കൊണ്ടുപോകുന്ന അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, പുതിയ ഭർത്താവ് നിന്നെ കൊണ്ടുപോകുന്ന, ക്രിസ്തു നിന്നെ കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ നാം സേവിക്കേണ്ടതിന് നാം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. Romans chapter 7 verse 6 says, but now we have been discharged from the law, having died to that wherein we were held, so that we serve in newness of the spirit and not in the oldness of the letter. इसीलिए ही रोमियो 7 उसके 6 वाक्य में लिखा है, परंतु जिसके बंधन में हम थे उसके लिए मरकर अब व्यवस्था से ऐसे छूट गए कि लेख की पुरानी रीति पर नहीं परंतु आत्मा की नई रीति पर सेवा करते हैं. അക്ഷരത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത മോശയുടെ മുഖ തേജസ് കൊണ്ട് നിറഞ്ഞു, പക്ഷെ അത് നീക്കം വരുന്നതായിരുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷ അങ്ങനെ തേജസ്സുള്ളതായിരുന്നെങ്കിൽ, നീക്കം വരുന്ന തേജസ്സുള്ളതാണെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതായിരിക്കും. നീക്കം വരാത്ത നിത്യമായ തേജസ്സുള്ള ശുശ്രൂഷ. നാം ഇന്നും അക്ഷരത്തിലോ അതോ ആത്മാവിലേക്ക് മാറിയോ? Moses' face was filled with the glory when he received the ministration of letter, and how shall not rather the ministration of the spirit be with the glory? जब व्यवस्था दिया गया था मूसा को तो उसका मुंह तेजों में हुआ, लेकिन वो तेज घटता जाने वाला था. तो आत्मा का जो व्यवस्था है वो और कितना अधिक तेजोमय है. क्या हम अभी भी अक्षर के अनुसार चलने वाले हैं या आत्मा के अनुसार? സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും ഈ നല്ല ദിവസത്തിൽ അറിയിക്കുകയാണ്. Grace and peace from a God our Father and the Lord Jesus Christ be unto all on this good day. परमेश्वर की स्तुति हो. पिता परमेश्वर और उसके पुत्र प्रभु यीशु मसीह के नाम से हमारा प्यारा सलाम आप सभी को जो इस हॉल में उपस्थित है, जो हमें सुन रहे देख रहे सबको इस शुभ दिन में कहना चाहते हैं. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക, മനുഷ്യരുടെ ലോകമാണ് അക്ഷരത്തിൻ്റെ ലോകം. സ്വർഗീയ പിതാവിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും ലോകമാണ് ആത്മാവിൻ്റെ ലോകം. അക്ഷരത്തിൽ നിന്ന് നാം ആത്മാവിലേക്ക് മാറിയോ? ഇതാണ് ചോദ്യം. The world of man is always the letter, whereas the world of God the Father and the Jesus Christ is spirit. Therefore,
there is a question that have we moved from the letter to the spirit? इंसानों के बीच में अक्षर है, अक्षर का दुनिया है, और परमेश्वर वो है आत्मा के अनुसार जीना या चलना। इसके लिए सवाल ये है, क्या हम अक्षर के अनुसार चलने से आत्मा के अनुसार चलने में हुए हैं? ആത്മാവിന്റെ ലോകത്തിൽ ദൈവം നമ്മളെ ക്രിസ്തുവിന്റെ ജനറേഷനായി ദൈവത്തിൻ്റെ വംശാവലിയിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. എന്നാൽ അവിടെ വളരുന്നുണ്ടോ അതോ വീണ്ടും ജഡത്തിൻ്റെ ആദത്തിൻ്റെ വംശാവലിയിൽ അക്ഷരത്തിലാണോ നാം വളരുന്നത് എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുക. So in the realm of the spirit we are born again in Jesus Christ, and still there is a question, are we still continuing in the letter or have we moved from letter to the spirit? आत्मा के संसार में पिता परमेश्वर ने हमें लाया है प्रभु यीशु मसीह के द्वारा, लेकिन क्या हम उसी संसार में हम बढ़ रहे हैं या हम अक्षर के संसार में हम बढ़ रहे हैं? റോമലേഖനം 7-ാം അധ്യായം തുടക്കത്തിൽ അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചോദിക്കുന്നൊരു ചോദ്യം, അവിടെ അതിൻ്റെ 6-ാം വാക്യത്തിലേക്കും അതിൻ്റെ 1 മുതലുള്ള എല്ലാ വാക്യങ്ങളിലേയും കടന്നു വരുമ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ഹല്ലേലൂയ. സേവിക്കേണ്ടതിന് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, മനുഷ്യലോകത്തിലെ അക്ഷരങ്ങൾ അതിൻ്റെ പഴക്കത്തിലല്ല ഇനി നാം സേവിക്കേണ്ടത്, പകരം ആത്മാവിൻ്റെ പുതുക്കത്തിൽ വേണം നാം സേവിപ്പാൻ. അതിന് നമ്മളെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാക്കിയിരിക്കുന്നു. പക്ഷേ നമ്മളിൽ പലരും ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ പുറകെ കയറി പിടിച്ചോണ്ടിരിക്കുക, വിടരുത് എന്ന് നമ്മുടെ അറിവില്ലായ്മയല്ലേ? When we read Romans chapter 7 and all the verses, you can see there is a question that do you serve in newness of the spirit, and or are we serving in the oldness of the letter? रोमियो 7 अध्याय उसमें 5वें वचन से हम ऐसे इस तरह से पढ़ते हैं, क्या हम वहाँ लिखा है, हम व्यवस्था से हम छूट मिली है ताकि हम लेख की पुरानी रीति के अनुसार नहीं, आत्मा की नई रीति में हम चल सके, सेवा कर सके. എല്ലാം പിടുത്തം കിട്ടിയില്ല. അതായത് നമ്മുടെ നാടൻ ഭാഷ പറയാം, ഭർത്താവ് മരിച്ചുപോയി, വേറൊരുത്തനെ കല്യാണം കഴിച്ചു. പുതിയ വീട്ടിൽ പഴയ ഭർത്താവിനെ ഓർത്ത് നീ എന്തിനായിരിക്കണേന്നാണ് ഈ ചോദ്യം. അയാൾ മരിച്ചു പോയില്ലേ, ഇനി എന്തിനാണ് ഇരിക്കുന്നതെന്നുള്ളൊരു ചോദ്യം പോലെയാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. To make it simple, a woman's husband passed away and she died another, but still she is thinking about the husband, her former husband. अब इसको समझाने के लिए मानो कि किसी का पति मर गया तो उसने एक दूसरे से विवाह किया, तो उस नए पति के घर में बैठते हुए भी पुराने पति को याद क्यों करना है, ये इसका अर्थ है. ഇനി നീ നിന്റെ പുതിയ ഭർത്താവിനോട് കൂടെ അല്ലേ ജീവിക്കേണ്ടേ? ഇത്രയ്ക്ക് പോലും വിവരമില്ലേ സഭയെന്നാ ചോദിക്കണേ. ഇത്രയ്ക്ക് പോലും നിനക്ക് വിവരമില്ലേ? പുതിയ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ അദ്ദേഹത്തോട് കൂടി ഇരുന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല, പഴയ ഭർത്താവിനെ ഓർത്തിരിക്കുക. So don't you know, church, that you are married to a new husband? Though you are married to a husband, still why are you thinking about the old husband? तो ऐसा है सवाल कलीसिया से कि तू अपने नए पति के घर में उसके बेडरूम में होकर भी अपने पुराने पति को ही याद कर रही है. അതിൻ്റെ ഇലിസ്ട്രേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്ന ആ തലത്തെ ഹസ്ബൻഡായിട്ടും നമ്മളെ ആ ന്യായപ്രമാണത്തിൻ്റെ ഭാര്യയായിട്ടും ഇവിടെ ചിത്രീകരിക്കുകയാണ്. So in this verse it is illustrated us as the
woman as the new old the law as the husband. तो इस रोमी 7 अध्याय में शुरुआत से जब हम पढ़ते हैं वहाँ पर ऐसे उदाहरण दिया गया है इस विषय को समझाने के लिए कि व्यवस्था है पुराना पति और हम पत्नी है. ഇവരുടെ കവണന്റ് നമ്മൾ ഉടമ്പടിയെക്കുറിച്ച് പലതും പഠിച്ചു. ഇവരുടെ ഉടമ്പടി എന്ന് പറയുന്ന വിവാഹ ഉടമ്പടി, ആരെങ്കിലും ഒരാളെ മരണം വേർപെടുത്തിയാൽ വിവാഹ ഉടമ്പടി തീർന്നു. ഇതേപോലെ തന്നെ ന്യായപ്രമാണം എന്ന ഹസ്ബൻഡും ഇതാ ഞാനും നിങ്ങളും എന്ന ആ വൈഫും ഭാര്യയും ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരാൾ മരിച്ചാൽ അതോടുകൂടെ ഉടമ്പടി തീർന്നു എന്നാണ് അവിടെ പറയുന്നതിൻ്റെ സാരം. The marital covenant is over when one of them died. Likewise, law is the husband and we are the wife of that husband. तो यहाँ पर ये बता रहे हैं जिस तरह से विवाह की वाचा में अगर यदि पति या पत्नी दोनों में से एक का मृत्यु हो जाए तो वो वाचा वहाँ समाप्त होता है. इसी प्रकार व्यवस्था जो पति है और हम और आप पत्नी है दोनों में से एक का अंत हो तो वो वाचा वहाँ समाप्त होता है. ഇവിടെ സംഭവിച്ച കാര്യം ക്രിസ്തു എന്ന പുതിയ മണവാളൻ വന്നപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ നമ്മളുടെ കാന്തനായി സ്വീകരിച്ചപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. നമ്മൾ ന്യായപ്രമാണം സംബന്ധിച്ച് നമ്മൾ മരിച്ചുപോയി, വധു മരിച്ചുപോയി, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി. അതോടുകൂടെ ന്യായപ്രമാണവും ഭാര്യയും തമ്മിലുള്ള കവണന്റ് തീർന്നു. പുതിയൊരു പുരുഷനായി. ആ പുതിയ പുരുഷനാണ് ക്രിസ്തു. So when we made a new covenant with Jesus Christ, who is our bridegroom, our relationship with our old husband, which is law, is broken off. तो जब यीशु मसीह जो दुल्हा है उसको हम अपनी दुल्हा होकर स्वीकार करते हैं तो हम व्यवस्था के लिए मर गए हैं और यीशु मसीह हमारा नया पति बन जाता है. ന്യായപ്രമാണം പഴയ ഭർത്താവ് ഇപ്പോഴുണ്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും പഴയ ഭർത്താവ് മാറൂല. അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഭാര്യയായ നീ മരിച്ചുപോയി. ഇനിയിപ്പോൾ ഇങ്ങനെ നിയമം നടക്കും. നീ ന്യായപ്രമാണ സംബന്ധമായി മരിച്ച് ഇന്ന് ക്രിസ്തു എന്ന മറ്റൊരു പുരുഷന് ആയിക്കഴിഞ്ഞു. പഴയ ഉടമ്പടി തീർന്നു നിന്നെ സംബന്ധിച്ച്. ഇനി നീ പഴയ അക്ഷരത്തിൻ്റെ പുതുക്കത്തിലല്ല, പഴയമയിലല്ല, ആത്മാവിൻ്റെ പുതുമയിൽ തന്നെ ഇനി സേവിക്കണം. We are dead with the law, but the law is still alive. And we have now get connected to Jesus Christ, who is our new husband. व्यवस्था तो वो अटल है, आकाश पृथ्वी हट जाए तो भी व्यवस्था बदलेगा नहीं. लेकिन उसके साथ जो पत्नी जो हम थी हमारा अंत हुआ है तो क्योंकि अभी प्रभु यीशु मसीह हमारा नया पति हो चुका है. ഇതാ റോമ 1 മുതൽ പെട്ടെന്നൊന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവർ പെട്ടെന്നങ്ങ് വായിക്കും. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടുള്ളൂ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യർ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എപ്പോൾ? ആ ഫസ്റ്റ് പോയിന്റ് തന്നെ പറയാ, ജീവനോടിരിക്കും കാലമാണ് അധികാരമുള്ളൂ. Romans chapter 7 verse 1 says, "Or are ye ignorant, brethren? For I speak to men who know the law, that the law hath dominion over a man for so long the time as he liveth." रोमियो 7 उसका 1 में लिखा है, हे भाइयों, क्या तुम नहीं जानते, मैं व्यवस्था के जानने वालों से कहता हूँ कि जब तक मनुष्य जीवित रहता है तब तक उस पर व्यवस्था की प्रभुता रहती है. ഇനി അതിനെ ഭർത്താവും ഭാര്യയായിട്ട് കമ്പയർ ചെയ്യാണ്. അടുത്ത വാക്യത്തിൽ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. Romans chapter 7 verse 2 says, "For the woman that hath a husband is bound by law to the husband while he liveth, but if the husband die, she is discharged from the law of the husband." दूसरे आयत में विवाहित स्त्री और पति के साथ तुलना की गई है क्योंकि विवाहिता स्त्री की व्यवस्था के अनुसार अपने पति के जीते जी उससे बंधी है, परंतु यदि पति मर जाए
तो वह पति की व्यवस्था से छूट गई। ഹല്ലേലൂയ. ഇനി ആ സ്ത്രീ പാപിയാകുന്നതും പാപി അല്ലാതെയാകുന്നതുമായ രണ്ട് കണ്ടീഷനാണ് അടുത്ത് പറയുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും, അവൾ പാപിയായി ജീവിച്ചിരിക്കുമ്പോൾ. പക്ഷെ ഭർത്താവ് മരിച്ചിട്ട് അവൾ വേറൊരു പുരുഷൻ്റേതായാൽ വ്യഭിചാരിണി എന്ന് പേർ വരാത്തവണ്ണം അവൾ നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവളാണ് എന്നാണ് അടുത്ത വചനത്തിൽ പറയുന്നത്. Romans chapter 7 verse 3 says, "So then if while the husband liveth she be joined to another man, she shall be called an adulteress. But if the husband die, she is free from the law, so that she is not adulteress." और अगले आयत में ये लिखा है, क्योंकि वो उसके पति जीते जी वह किसी दूसरे पुरुष के हो जाए तो व्यभिचारिणी कहलाएगी, परंतु यदि पति मर जाए तो वह उस व्यवस्था से छूट जाएगी और तब वो व्यभिचारिणी नहीं कही जाएगी अगर दूसरे के साथ वो गई तो. ഇനി ക്രിസ്തു സഭയും കൊണ്ടുവരിക അവിടെ ശ്രദ്ധിച്ചോളുക. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്, അപ്പോൾ ഫലം കായ്ക്കണം, അതാണ് ദൈവപുത്രന്മാർ, ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ ആരാണത്? ക്രിസ്തു. ക്രിസ്തുവിനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണം സംബന്ധമായി നിങ്ങൾ മരിച്ചു. ന്യായപ്രമാണം നിങ്ങളുടെ പഴയ ഹസ്ബൻഡുമായുള്ള ബന്ധത്തിൽ ഹസ്ബൻഡ് മരിച്ചില്ല, നിങ്ങൾ ഭാര്യ മരിച്ചു. Romans chapter 7 verse 4 says, "Wherefore, my brethren, ye also were made dead to the law through the body of Christ, that ye should be joined to another, even to him who was raised from the dead." चौथे आयत में मसीह के साथ की तुलना का वहाँ वर्णन है। वैसे ही हे मेरे भाइयों, तुम भी मसीह के देह के द्वारा व्यवस्था के लिए मरे हुए बन गए, कि उस दूसरे के हो जाओ जो मरे हुए में से जी उठा, ताकि हम परमेश्वर के लिए फल लाएं. ഒപ്പത്തിനൊപ്പം വരുന്നുണ്ടോ മക്കളെ? ഈ ഒരു പോയിന്റ് മനസ്സിലായാലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നേരത്തെ ഇതാ ന്യായപ്രമാണം ഹസ്ബൻഡ്, നിങ്ങൾ വൈഫ്. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ പുതിയ ഭർത്താവ്, പുതിയ ഉടമ്പടിയുടെ നമ്മുടെ മധ്യസ്ഥൻ നായകൻ ദാ ക്രിസ്തു. ആ ക്രിസ്തുവിനാകേണ്ടതിന് നമ്മൾ ക്രിസ്തുവെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ആ മരണത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരായി. Earlier our husband was law and we were the wives of that law. Now we have got a new husband, that is Jesus Christ. When we believe in his crucifixion, Jesus Christ becomes our new husband. तो इन बातों को हमें समझना ज़रूरी है. पहला हमारा पति था व्यवस्था, और वो पति नहीं मरा, व्यवस्था मरा नहीं है, वो हटा नहीं, बल्कि हम उसके पत्नी के रूप में उस रिश्ते में हम उसमें से छूट गए क्योंकि हम मर गए. और अभी हमारा नया पति है प्रभु यीशु मसीह, जो नया वाचा का मध्यस्थी है और अगुआ है. ഇനി ആത്മലോകത്തിലെ ചില പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒക്കെ ഒന്ന് മനസ്സിലായാലേ കാര്യം പിടുത്തം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അടുത്ത വാക്യം ഇനി പറയുകയാണ്, ഞാൻ ദുബായിലായിരുന്നപ്പോൾ എന്ന് പറയുന്ന ടെൻസിൽ, ഇപ്പം ഞാൻ ദുബായിലല്ല, ഇവിടെയാണ്, കൊച്ചിയിലാണ്. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. എപ്പോൾ? ജഡത്തിലായിരുന്നപ്പോൾ. അപ്പം ഇപ്പോൾ ഞാൻ എവിടെയല്ല? ജഡത്തിലല്ല. ഇത് മനസ്സിലാക്കാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. യു ആർ നോട്ട് ഇൻ ഫ്ലഷ്, യു ആർ ഇൻ സ്പിരിറ്റ്. നിങ്ങൾ ജഡത്തിലല്ല, നിങ്ങൾ ആത്മാവിലാണ്. ഇപ്പോൾ ആത്മലോകത്തെ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസുകൾ നാം മനസ്സിലാക്കണം. Romans chapter 7 verse 5 says, "For when we were in the flesh, the sinful passions which were through the law wrought in our members to bring forth fruit unto death." And from there we understand we were once in law, now we are not in the law, but we are in spirit. हमें आत्मिक संसार के पूर्व काल, भविष्य काल, इसके बीच का अंतर हमें समझना है. जैसे कि अगर मैं कहूँ मैं दुबई में था लेकिन मैं अभी कोची में हूँ, इसी प्रकार
यहाँ पर नीचे लिखा हुआ है, क्योंकि जब हम शारीरिक थे तो पापों के अभिलाषाओं जो व्यवस्था के द्वारा थी मृत्यु का फल उत्पन्न करने के लिए हमारे अंगों में काम करती थी। ये पुरानी बात है कि हम शारीरिक थे, अब हम आत्मिक हैं। ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആർക്കാണ് ന്യായപ്രമാണം? ജഡത്തിലിരിക്കുന്ന ഒരുവനാണ് ന്യായപ്രമാണം. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിലുള്ളതായ പാപരാഗങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ ജഡത്തിലല്ല, ഇനി എന്തിനാ ഞാൻ അവിടെ നിയമം അനുസരിക്കണേ? ദുബായിലായിരിക്കുമ്പോൾ ഞാൻ റോഡിൻ്റെ വലതുഭാഗം ചേർന്ന് വണ്ടി ഓടിക്കണം. പക്ഷേ ഇന്ത്യയിലായിരിക്കുമ്പോൾ ഞാൻ റോഡിൻ്റെ വലതുഭാഗം ചേർന്ന് എന്തിനാണ് വണ്ടി ഓടിക്കണേ? എനിക്ക് ഇടതുഭാഗം ചേർന്ന് ഓടിച്ചാൽ പോരെ? So law is not for people who are in the spirit. Law is for people who are in flesh. As an example, when I am in Gulf nations, I walk on the, I drive my vehicle on the right side. But when I'm in India, it's not on the right side, but I have to drive my vehicle on the left side. और व्यवस्था जो है शारीरिक लोगों के लिए है, लेकिन जो आत्मिक है उनके लिए ये व्यवस्था नहीं है। जिस तरह से दुबई में जब हम हैं तो बाएं ओर से ड्राइव करेंगे, जब हम इंडिया में हैं तो दाएं ओर से। ഹല്ലേലൂയ. നിയമം മാറിയിട്ടും നമ്മളിത് അറിയുന്നില്ല. ഇതുകൊണ്ടാണ് ഇവിടെ സൺഡേ ദിവസങ്ങളിൽ നിങ്ങൾ ഡെയിലി ബ്രെഡ് പറയുമ്പോൾ വഴക്ക് കിട്ടുന്നത്. ഞാൻ ഇന്ന് വായിച്ച വചനമെന്നും പറഞ്ഞ് പറഞ്ഞവർക്ക് പകരം ഇന്ന് ഞാൻ കേട്ട വചനം, ആത്മാവിൽ നിന്ന് കേട്ട വചനം പറയാനാണ് പറയുന്നത്. കാരണം നിങ്ങളിന്ന് ജഡത്തിലുള്ളവരല്ല, ആത്മാവിലുള്ളവരാണ്. നിങ്ങൾക്ക് ആത്മാവിൽ നിന്ന് കേൾക്കുവാൻ കഴിയും. That's why most of the Sundays you get scolding from me that when you come with what you read from the Bible, I scold you. Rather, you have to come here from the word that you heard from God. इसलिए ही हम आत्मिक जो लोग हैं उनके लिए शारीरिक व्यवस्था उनके लिए कायम नहीं है। इसलिए ही कई बार जब यहाँ पर डेली ब्रेड बताते हैं तो मैं उन्हें डांट मिलता है। जो हमने पढ़ा है वो नहीं बताना है, जो हमने सुना है वो बताना है। जो आत्मा के अनुसार चलते हैं उनको सुनने को मिलेगा। ഗലാത്യ ലേഖനം 5:18 പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ അല്ല. ഇനിയും ന്യായപ്രമാണം പറഞ്ഞു നടക്കാതെ നിങ്ങൾ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് വാ. ആത്മാവിൻ്റെ പ്രമാണത്തിന് കീഴിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾ വീണ്ടും ജനിച്ച് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ദൈവ കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ന്യായപ്രമാണമല്ല, ആത്മാവിൻ്റെ പ്രമാണമാണ്. Galatians chapter 5 verse 18 says, but if ye are led by the Spirit, ye are not under the law. इसलिए ही गलातियों 3:5-18 में लिखा है, यदि तुम आत्मा के चलाए चलते हो तो व्यवस्था के अधीन न रहो। ഇതുകൊണ്ടാണ് റോമ 8:14 നമ്മളോട് പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരുമാണ് ദൈവത്തിൻ്റെ മക്കൾ. That's why Romans chapter 8 verse 14 says, they that are led by the Spirit of God are the children of God. इसलिए ही रोमियो 8:14 में लिखा है, इसलिए कि जितने लोग परमेश्वर की आत्मा की चलाए चलते हैं वे ही परमेश्वर के पुत्र हैं। ഹല്ലേലൂയ. അപ്പം നമ്മളെ തന്നെ പരിശോധിക്കണം. ഇപ്പോഴും ഇതാ നമ്മൾ പഴയ ഭർത്താവിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ പുതിയ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ, അതോ ഇതാ പിൻപിലുള്ളതിനെ മറന്ന് ഇതാ മുൻപിലുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. So we should examine ourselves whether we are still thinking about our old husband in the bedroom of the new husband. इसलिए ही हमें अपने आप के बारे में सोचना है, हमें जांचना है कि क्या हम अपने नए पति के बेडरूम में बैठकर पुराने पति को याद कर रहे हैं। हम व्यवस्था से छूट पाकर भी क्या हम उसके अनुसार चल रहे हैं। അങ്ങനെയുള്ള ഒരു സ്ത്രീയെ തൻ്റെ അമ്മ വന്ന് വഴക്ക് പറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം പൗലോസ് അപ്പോസ്തലനോട് വഴക്ക് പറയുകയാണ്, വിവരമില്ലാത്തവളെ, നീ ഇത്ര ബുദ്ധിശൂന്യായി പോയോ? നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടു നീ സമാപിക്കുന്നത്. Just as a mother that scolds a woman who thinketh so, through Saint Paul, God our Father scolds us that you who began spiritually, are you trying to perfect yourself in flesh? तो ऐसी स्त्री को जैसे उसकी माँ से डांट मिलेगा उसी प्रकार परमेश्वर डांट रहा है लोगों को और कह रहा है, क्या तुम इतने मूर्ख बन गए कि आत्मा में आरंभ करके शरीर में अंत करने की कोशिश कर रहे हो। ഇതുകൊണ്ടാണ് നമ്മൾ വായിച്ച ഭാഗത്ത് റോമലേഖനം 7:6 പറയുന്നത്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട്. അപ്പോൾ എന്ത് സംബന്ധിച്ച് നാം മരിച്ചു? പഴയ ഭർത്താവ്, ന്യായപ്രമാണം സംബന്ധിച്ച് പഴയ ഭർത്താവ് മരിച്ചില്ല, നാം ഭാര്യ മരിച്ചിരിക്കൊണ്ട്
ഇനി അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, പഴയ ഭർത്താവ് നിന്നെ കൊണ്ടുപോകുന്ന അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, പുതിയ ഭർത്താവ് നിന്നെ കൊണ്ടുപോകുന്ന, ക്രിസ്തു നിന്നെ കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ നാം സേവിക്കേണ്ടതിന് നാം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി, ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. Romans chapter 7 verse 6 says, "But now we have been discharged from the law, having died to that wherein we were held, so that we serve in newness of the Spirit and not in the oldness of the letter." इसीलिए ही रोमियो 7 उसके 6 वाक्य में लिखा है, परंतु जिसके बंधन में हम थे उसके लिए मरकर अब व्यवस्था से ऐसे छूट गए कि लेख की पुरानी रीति पर नहीं परंतु आत्मा की नई रीति पर सेवा करते हैं. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇതാ നാം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് നാം ഒഴിവുള്ളവരായി, കൊല്ലുന്ന ശുശ്രൂഷയിൽ നിന്ന് നാം ഒഴിവുള്ളവരായി, ഇതാ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചു. പക്ഷെ നാം പ്രവേശിച്ചുവോ? Hence we are exempt from the service that killeth, and we are now moved to the service that gives us spirit. And there is a question that how we moved from the letter to the spirit. इसलिए हम आत्मा से जो कि मृत्यु लाता है उसमें से हम छूट पाकर जीवन प्रदान करने वाला आत्मा के अनुसार उसकी सेवा में हम आ चुके हैं. ഇതുകൊണ്ടാണ് സങ്കീർത്തനം 3:6 പറയുന്നത്, അവൻ ഞങ്ങളെ പുതു ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ന്യായപ്രമാണത്തിൻ്റെ അല്ല, അത് ജഡമനുഷ്യനുള്ളത്. ആത്മാവിൻ്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 2 Corinthians chapter 3 verse 6 says, "Who also made us sufficient as ministers of a new covenant, and not of the letter, but of the Spirit. For the letter killeth, but the Spirit giveth life." इसीलिए ही पौलुस कहता है 2 कोरिन्थी 3:6 में, उसने हमें नई वाचा के सेवक होने के योग्य भी किया, शब्द के सेवक नहीं वरन आत्मा के, क्योंकि शब्द मारता है पर आत्मा जिलाता है. ഹല്ലേലൂയ. അക്ഷരം മുഴുവൻ കല്ലിന്മേൽ കൊത്തിയതായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ കല്ലിന്മേൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൊടാത്ത വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? But if the ministration of death written and engraved on stones come with the glory, so that the children of Israel could not look steadfastly upon the face of Moses or the glory of his face, which was passing away, and how shall not rather the ministration of the Spirit be with the glory? व्यवस्था के अक्षर जो है वो शब्द वो पत्थरों पर खोदे गए थे. इसलिए ही अगली आयत में लिखा है, यदि मृत्यु का वह वाचा जिसके अक्षर पत्थरों पर खोदे गए थे, यहाँ तक तेजोमय हुई मूसा के मुंह पर तेज के कारण जो घटता भी जाता था, इसके लिए उसका मुंह पर दृष्टि नहीं किया जाता था, तो आत्मा की वाचा क्या और भी तेजोमय न होगा? അക്ഷരത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത മോശയുടെ മുഖ തേജസ് കൊണ്ട് നിറഞ്ഞു. പക്ഷെ അത് നീക്കം വരുന്നതായിരുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അക്ഷരത്തിന്റെ ശുശ്രൂഷ അങ്ങനെ തേജസ്സുള്ളതായിരുന്നെങ്കിൽ, നീക്കം വരുന്ന തേജസ്സുള്ളതാണെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതായിരിക്കും. നീക്കം വരാത്ത നിത്യമായ തേജസ്സുള്ള ശുശ്രൂഷ. നാം ഇന്നും അക്ഷരത്തിലോ അതോ ആത്മാവിലേക്ക് മാറിയോ? Moses' face was filled with the glory when he received the ministration of letter, and how shall not rather the ministration of the Spirit be with the glory? जब व्यवस्था दिया गया था मूसा को, तो उसका मुंह तेजों में हुआ, लेकिन वो तेज घटता जाने वाला था. तो आत्मा का जो व्यवस्था है वो और कितना अधिक तेजों में है. क्या हम अभी भी अक्षर के अनुसार चलने वाले हैं या आत्मा के अनुसार? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നു, ഇപ്പോഴും നമ്മൾ അക്ഷരത്തിലാണോ അതോ ആത്മാവിലേക്ക് മാറിയോ? Let us examine ourselves. The word of God clearly asks us, are we still in letter or have we moved from letter to the Spirit? आइए हम अपने आप को जांचें, हमसे पूछें कि क्या हम अभी भी अक्षर के अनुसार चलते हैं या आत्मा के पीछे हो लिए हैं? ആത്മാവിൻ്റെ അഡ്മിനിസ്ട്രേഷനിലാണ് എന്ന ഹൃദയത്തിൽ
ചിന്തിക്കുന്നവരോടൊരു ചോദ്യം, അങ്ങനെയെങ്കിൽ ദൈവാത്മാവിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുന്നുവോ? And those who think that they are still being administered by the Spirit, there is a question, are you still listening from God? जो सोचते हैं कि वे आत्मा के सेवकाएं के अनुसार चलते हैं, उनसे ये सवाल है, क्या आप परमेश्वर की आवाज़ सुन पाते हो? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസൻ എന്തുകൊണ്ട് ഞങ്ങളോട് അച്യുതം ചോദിച്ചു? കാരണം ബൈബിൾ പറയുന്നു, ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർ അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിലാണ്. You may perhaps ask me why you ask that question, because the word of God says, they that are led by the Spirit of God are the children of God, and they are not walking under the oldness of the letter, but the newness of the Spirit. हो सके कि आप पूछें कि प्रभु के सेवक, आपने ऐसा सवाल क्यों किया हमसे? उसका कारण ये है, परमेश्वर का वचन कहता है कि परमेश्वर के आत्मा के चलाए जाने वाले वे परमेश्वर के पुत्र हैं. तो यदि हम परमेश्वर से चलाए जाने वाले हैं, हम उसकी आवाज़ को सुन पाएंगे. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനം ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട്, ആ വചനം നമ്മളെ ഒന്ന് പരിശോധിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അപ്പാ, എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. 2 സന്ദേശങ്ങളാണ് അങ്ങിൽ നിന്ന് ഞാനിന്ന് കേട്ടത്. ഒന്ന്, എൻ്റെ ശരീരത്തെ അങ്ങ് ഡിസൈൻ ചെയ്തത്, എന്നെ അങ്ങ് ഡിസൈൻ ചെയ്തത് അങ്ങയുടെ ആലയമായിട്ടാണ്. എന്നാൽ ഞാൻ പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയി, എന്നിലെ ദൈവ തേജസ് ഇല്ലാതെയായി. അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ അങ്ങ് എനിക്ക് ആ ദൈവ തേജസ് തിരിച്ചു തന്നു. പക്ഷേ ഇന്നും അത് തിരിച്ചറിയാതെ അങ്ങയുടെ ആലയത്തെ നശിപ്പിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, മോഷ്ടിച്ചെടുത്ത് സ്വന്തമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, എൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്നുള്ള അങ്ങയുടെ താക്കീതിൻ്റെ ആ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പാ, ഇനിമേലിൽ അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ ഉള്ളിൽ വരാതെ അങ്ങ് സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. വീണ്ടും അങ്ങ് എന്നോട് ചോദിച്ചു, ഇന്നും മോളെ നീ അക്ഷരത്തിലാണോ? ആ പഴക്കത്തിലുള്ള ശുശ്രൂഷയിലാണോ? ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടും, എൻ്റെ ശുശ്രൂഷകന്മാരിലൂടെ വീണ്ടും വീണ്ടും നിന്നെ അത് ഓർപ്പിച്ചിട്ടും, നീ ഇപ്പോഴും പഴയതിലേക്കാണോ നീ ഓടുന്നേ? അതോ ആത്മാവിൻ്റെ പുതുക്കത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവോ? പുതിയ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ പഴയ ഭർത്താവിൻ്റെ സ്വപ്നങ്ങളുമായി ഇരിക്കുന്നവളാണോ നീ എന്ന ആ ഉപമ അങ്ങ് എന്നോടല്ലോ ചോദിച്ചേ. അതെ അപ്പാ, അറിവില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു ബന്ധനത്തിലായിപ്പോയി. എന്നാൽ ഇന്ന് സത്യം അറിഞ്ഞു, സത്യം എന്നെ സ്വതന്ത്രമാക്കി എന്ന് ഹൃദയത്തിൽ ദൈവത്തോട് പറയുന്ന എത്ര പേരുണ്ട്? ഇനിയും അക്ഷരത്തിൻ്റെ ശുശ്രൂഷകരായിട്ടല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകരായി മാറുവാൻ ദൈവദാസന്മാരെ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പം അങ്ങ് തന്ന വചനത്തിനായി, വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇത് മറുഭാഷകളിലേക്ക് എത്തിക്കുവാൻ അങ്ങ് ഉപയോഗിച്ച കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഈ ശബ്ദ കാഴ്ചപരതയിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സത്യത്തെ മറ്റുള്ളവർ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഇതിനെ മറച്ച് ശിക്ഷാവിധിയിലേക്ക് കടന്നു വരുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവിടെ ക്ഷമിക്കണമേ. അവരും മനം തിരിഞ്ഞ് അങ്ങയുടെ സത്യത്തെ അറിയിക്കാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് തന്ന വചനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. 7 ഇതിനെല്ലാം അങ്ങ് തിരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മക്കളുടെ ഹൃദയങ്ങളിൽ ഈ വചനം 100 മേനി തന്നെ വിളവ് കൊടുക്കുവാൻ, പഴയ സൃഷ്ടിയുടെ അക്ഷരത്തിൽ നിലനിൽക്കാതെ, പഴയ ഉടമ്പടിയിൽ നിലനിൽക്കാതെ പുതിയ ഉടമ്പടിയിലേക്ക്, പുതിയ സൃഷ്ടിയുടെ ആ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ, ആത്മാവിൻ്റെ പുതുക്കത്തിൽ അങ്ങേ സേവിപ്പാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. അതെന്തെന്ന് തിരിച്ചറിയുവാൻ, ഒരു അന്യഭാഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് തിരിച്ചറിയുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ ആത്മീകമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. ഇവരുടെ മാനസികമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. ഇവരുടെ ശാരീരികവും സാമൂഹികവുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ ജോലി ബിസിനസ് സ്ഥലങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ മക്കളുടെ അനുഗ്രഹമാകട്ടെ. ഇവരുടേതായ ശരീരങ്ങൾ അങ്ങയുടെ ആലയങ്ങളാകിയാൽ ശരീരത്തോട് പോരാടുന്ന എല്ലാ രോഗങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ എല്ലാ അവകാശങ്ങളും യേശു രക്തത്താൽ ക്യാൻസൽ ചെയ്യുക. ആ രോഗങ്ങളോട്, ആ വേദനകളോട്, ശരീരത്തെ, ദൈവത്തിൻ്റെ ആലയത്തെ പ്രോപ്പറായി ഉപയോഗിക്കാൻ കഴിയാത്ത എല്ലാ ക്രമീകരണങ്ങളോട് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറി നിൽക്കുവാൻ കൽപ്പിക്കുകയാണ്. പരിപൂർണമായി മക്കളെ സ്വതന്ത്രരാക്കുന്നു. ഏറ്റെടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ, താങ്ക് യു. ദേവാലയങ്ങൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യട്ടെ. സർവ്വമഹത്വം സ്വർഗീയ പിതാവ് അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.